മൂപ്പര് പാടാ. ഇമാം ബൂസിരിയോട് മത്സരിക്കാൻ ആർക്കും ആവൂല. എന്തുകൊണ്ട്? എല്ലാ ആശിഖീകളും വഅദ് പറഞ്ഞ് നടക്കുന്ന മാദിഹികളും ആത്മജ്ഞാനത്തിന്റെ മഹാപണ്ഡിതരും. മാദിഹും അർബാബുൽ ഹവയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നിരുപാധികം പിൻപറ്റുക. ഇമാം ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസിരിയെ. എന്താ കാരണം? അല്ലാഹു സാക്ഷിയാണ്. ഞാൻ മീമിയായ ഒരു കവിതയ്ക്ക് എഴുതി ഖസീദത്തിൽ നെഹ്ജുൽ ബുർദ എന്നൊക്കെ പേരിട്ടിട്ടുണ്ടെങ്കിലും മത്സരിക്കാൻ ഞാനില്ല. എന്താ കാരണം? യഥാർത്ഥ സ്നേഹത്തിനാണ് യഥാർത്ഥത്തിൽ പ്രകീർത്തിക്കാൻ കഴിയുക. ഒരിക്കലും ഇമാം ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസിരിയെ പോലെ വിശുദ്ധമായ സ്നേഹം എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ വയ്യ. അങ്ങനെ പറയാനാവണില്ല. ഇമാം ഷൗഖി പറഞ്ഞു, അങ്ങനെ പലരും പറഞ്ഞു. ലോക ചരിത്രത്തിൽ ഞാൻ ഇടയ്ക്ക് ഉദാഹരിച്ചെന്നുള്ളൂ. പോട്ടെ. ഈ ഇങ്ങനെ പോകുമ്പോ ഈ ഫഖീർ ചോദിക്കുക, അയ്യ ഖസീദ. ഇമാം ബൂസിരി ചോദിച്ചു, ഏത് ഖസീദ? കുറെ ആളല്ലേ. അവിടുന്ന് പറഞ്ഞു, ഖസീദത്തുൽ ഫീ അവലിഹാ മിൻ തദക്കുരി ജീറാനി ബിദി സലമി. ഒരു ഖസീദയുള്ളൂ, അതിന്റെ തുടക്കത്തിൽ ആമിൻ തദക്കുരി ജീറാനി ബിദി സലമി എന്നാണ്. അതോട്ടെ. ഇമാം ബൂസിരി തങ്ങൾ പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. വല്ലാഹി മാ അലംതു ബിഹാ അഹദ. ഈ ഖസീദയെ കുറിച്ച് ആരോടും ഞാൻ പറഞ്ഞിരുന്നില്ല. എന്നിട്ട് അതിന്റെ റഫ് കോപ്പി വെട്ടുകയും തിരുത്തുകയും ചെയ്ത് എഴുതിയ റഫ് കോപ്പിയുമായി ആ ഫഖീർ അവിടുന്ന് പോയി. എന്നിട്ടോ ആരെങ്കിലും പോയി കണ്ടിട്ട് ഞാൻ നല്ലൊരു ബെയ്ത്ത് എഴുതിക്കണം നോക്കിക്കോളി അറിഞ്ഞ് പേര് മാറ്റി കൊടുത്തിക്കല്ല. അങ്ങനല്ല. ഇവിടേക്കല്ലേ വിശുദ്ധിന്റെ വില. എന്ത് ചെയ്തു? അന്നത്തെ അലക്സാണ്ട്രിയ ഭരണാധികാരി സാഹിബ് ബഹാഉദ്ദീൻ ബിൻ ഹന്നാൻ എന്ന് പറയുന്ന വലിയൊരു ആശിഖ് ഉണ്ടായിരുന്നു. അയാളെ കയ്യിൽ കൊടുത്തു. അദ്ദേഹമാണ് ഇത് പ്രിന്റ് ചെയ്ത് ലോകം മുഴുവൻ എത്തിച്ചത്. ഏതായാലും ഇമാം ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസ്രി ഖസീദത്തുൽ ബുർദയിൽ പറയുന്നുണ്ട്, ഹുബ്ബും ഇഷ്ഖും അതുണ്ടാകുന്ന അവസ്ഥയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അത് ആസ്വദിക്കാനല്ല, അനുഭവിക്കാനാ ഇസ്ലാം. ഇസ്ലാം എന്താണ്? അനുഭവിക്കണം. അതാണ് മശായിഖിന്റെ മുരീദന്മാരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. വാചാരമായി ഇസ്ലാമിനെ കുറിച്ച് പറയാൻ പറ്റും, അതിന് മുസ്ലിം ആവണമെന്നില്ല. എന്താ ഈ പറയുന്നത്? ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചോ അതിന്റെ എന്താ പറയാ, അതിന്റെ എല്ലാ അതിന്റെ രചനാത്മകതയെ കുറിച്ചോ അതിന്റെ ചലാത്മകതയെ കുറിച്ചോ അതിന്റെ ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ചോ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചോ ഇതൊക്കെ പറയേണ്ടത്. അതൊക്കെ മുസ്ലിം അല്ലാത്തവർക്കും പറയാനാവും. അതിന് നിസ്കരിക്കണമെന്നും കൂടിയില്ല. അനുഭവിക്കണം ഇസ്ലാമിനെ. ഇസ്ലാമിനെ ഹയാത്താക്കാൻ അപ്പൊ എല്ലാവർക്കും നെട്ടോട്ടം. എവിടെ ഹയാത്താക്കേണ്ടത്? തെരുവിലോ ചുമരിലോ? എവിടെ ഇസ്ലാമിനെ ഹയാത്താക്കേണ്ടത്? സ്വന്തം ഖൽബിലാണ്, സ്വന്തം ഹൃദയത്തിലാണ്. എന്റെ അള്ളാഹുവിന്റെ ദീനിനെ ഞാൻ എന്റെ ഖൽബിൽ ഹയാത്താക്കണം, ദീൻ എന്നിൽ നടപ്പിലാക്കണം. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് എവിടെ? എന്റെ ജീവിതത്തിലാണ്. എനിക്ക് എന്തു ഹറാമും ചെയ്യാം, എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെ ഇസ്ലാമിന്റെ പ്രകടനം നമുക്കതറിയില്ല. നമ്മൾ പഠിപ്പിച്ചത്, നമ്മുടെ ശൈഖിനാൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് ദീൻ ഹയാത്താക്കേണ്ടത് ആദ്യം നഫ്സിലാണ്. പിന്നെ പിന്നെ വീട്ടിൽ പഠിപ്പിക്കണം, പിന്നെയാണ് മറ്റുള്ളവരിലേക്ക് പഠിപ്പിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള ഒരുപാട് മഹാമശായിഖന്മാർ, അവരുടെയൊക്കെ സ്മരണ നമുക്ക് മുന്നോട്ടുള്ളൊരു എന്താണ് ലക്ഷ്യമാണ്. അവരുടെ ഉപദേശങ്ങൾ ഇൻഷാ അല്ലാഹ് വൈകാതെ അതൊക്കെ നമുക്ക് കൂടുതൽ കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുള്ള സംവിധാനം അള്ളാഹു നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ പഠിപ്പിക്കപ്പെടാനും അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടാനും അള്ളാഹു എവിടെയെങ്കിലും ഖദ്റാക്കിയിട്ടുണ്ടാകും. ആകാശത്തിന്റെ ഉടമസ്ഥനും ഭൂമിയുടെ ഉടമസ്ഥനും കാര്യങ്ങൾ നിശ്ചയിക്കുന്നവനും അള്ളാഹുവല്ലേ. നമുക്കൊന്നുമില്ലല്ലോ, നമ്മൾ ഒന്നിന്റെയും ഉടമസ്ഥരല്ലല്ലോ. അഷ്റഫുൽ വറാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ പറഞ്ഞു? വലസ്തു ബിമാലികിൻ, ഒന്നും എന്റേതല്ല, ഞാൻ ആരുടെയും അടിമയല്ല, ആരുടെയും ഉടമസ്ഥനല്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമയൻ. ഷാക്കിർ അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ് ഇബാദത്ത് ശുക്രിനാകണം എന്നുള്ളത്.
ഓരോ സ്വഭാവ ഗുണങ്ങളെ ഫിഹാലിഹി, അവിടുത്തെ ഹൃദയത്തിന്റെ അവസ്ഥ ഇബാദത്തിന് ശുക്റാക്കണം. ഫിഹാലിഹി വഫിആലിഹി വമഖാലിഹി, അവിടുത്തെ പ്രവർത്തനത്തെ പിന്തുടരണം, പിന്നെ അവിടുത്തെ വാക്കുകളെ പിന്തുടരണം. പിന്മാറാതെ ഒരിക്കലും തെറ്റ് സംഭവിക്കാതെ പിന്തുടരേണ്ടത് സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അല്ലാഹു എല്ലാ സുന്നത്തുകളെയും ഹയാത്ത് സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നേരം വൈകി, ഇനിയുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാം. റബ്ബനാ സലംനാ അൻഫുസനാ ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങളെ മശായിഖിന്റെ പൊരുത്തത്തിലാക്കണം തമ്പുരാനെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖിൽ ഞങ്ങളെ ഉറപ്പിക്കണേ തമ്പുരാനെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഭൗതികതയിലേക്ക്, അഹങ്കാരികളിലേക്ക്, സാഹിറിലേക്ക്, ലോകമാന്യത്തിന് പ്രവർത്തിക്കുന്നവരിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ ചേർക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നെ ഭയപ്പെടാത്ത ഒരാളെയും ഞങ്ങളുടെ നേതാക്കളാക്കരുതേ തമ്പുരാനെ. റബ്ബനാ സലംനാ അൻഫുസനാ ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം. നമ്മളെ റാത്തീബ് തുടങ്ങാനാണ്. പിന്നെ ബഹുമാനപ്പെട്ട കോഴിക്കോട്ടെ വലിയ ഖാദി, അല്ലാഹു അവിടുത്തെ ദുആ ഉണ്ട്, അതുപോലെ മുസ്താദുണ്ട്, വളരെ സമ്പന്നമായ അബ്ദുസ്താദുണ്ട്. ഇങ്ങനെ നമ്മളെല്ലാ ഉസ്താദന്മാരും പങ്കെടുത്ത, കുറെ മുതഅല്ലിമീങ്ങളും സ്വാലിഹീങ്ങളും പങ്കെടുത്ത സദസ്സാണ്. അതേപോലെ കുറെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, ഡോക്ടർമാരും എഞ്ചിനീയർമാരും പണ്ഡിതന്മാരും കച്ചവടക്കാരും എല്ലാം നമ്മുടെ സദസ്സിലുണ്ട്. അല്ലാഹു നമ്മളെല്ലാവരെയും ഇങ്ങനെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.